ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛായ ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ദൈവത്തെ പൂർണ്ണമായും മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തുന്നു. എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയും അവനാൽ സൃഷ്ടിക്കപ്പെട്ടതുപോലെ അവൻ സൃഷ്ടിയിൽ ശ്രേഷ്ഠനാണ്. അവൻ സ്രഷ്ടാവ് മാത്രമല്ല, അവൻ എല്ലാ വസ്തുക്കളെയും നിലനിർത്തുന്നു, സൃഷ്ടികളെ ഒന്നിച്ചു നിർത്തുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നു വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം എന്നും അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ക്രിസ്തു സഭയുടെ തലവനാണ്, വിശ്വാസികളുടെ ശരീരമാണ്, മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ. അവന്റെ പുനരുത്ഥാനത്തെയും മരണത്തിനെതിരായ വിജയത്തെയും പ്രതീകപ്പെടുത്തുന്നു. അവനിലൂടെ ദൈവം എല്ലാം തന്നോട് അനുരഞ്ജിപ്പിക്കുന്നു. കുരിശിൽ ചൊരിയപ്പെട്ട തന്റെ രക്തത്തിലൂടെ സമാധാനം കൊണ്ടുവരുന്നു. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മളെ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ക്രിസ്തു തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. സുവിശേഷത്തിൽ ഉറച്ചുനിൽക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തിന്റെ പ്രാധാന്യം പൗലോസ് ഊന്നിപ്പറയുന്നു. ചുരുക്കത്തിൽ, ഈ ഭാഗം ക്രിസ്തുവിന്റെ ദൈവിക അധികാരത്തെയും സ്രഷ്ടാവ്, രക്ഷകൻ, അനുരഞ്ജനക്കാരൻ എന്നീ നിലകളിൽ അവന്റെ പങ്ക് അടിവരയിടുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.